ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യം 3-ാം അധ്യായം 32-ാമത്തെ വാക്യം. വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കോ അവന്റെ സഖ്യതയുണ്ട്. രണ്ട് തരത്തിലുള്ള വ്യക്തികളെ കുറിച്ചാണ് സദൃശവാക്യം 3-ാം അധ്യായം 32-ാം വാക്യത്തിൽ കാണിച്ചിരിക്കുന്നത്. വക്രതയുള്ള വ്യക്തിയും നീതിമാന്മാരായ വ്യക്തിയും. 31-ാമത്തെ വാക്യത്തിനോട് കണക്റ്റഡ് ആയിട്ടാണ് 32-ാമത്തെ വാക്യം വരുന്നത്. 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സഹസക്കാരനോട് നീ അസൂയപ്പെടരുത്, അവന്റെ വഴികളൊന്നും തിരഞ്ഞെടുക്കുകയും അരുത്. ഒരു കമാൻഡ് കൊടുത്തിട്ട് അതിനുശേഷം വരുന്ന ഒരു വാക്യമാണ് 32-ാമത്തെ വാക്യം. എങ്ങനെ നമുക്ക് ദൈവത്തിന്റെ സുഹൃത്തായി മാറാൻ പറ്റും എന്നാണ് ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. ദൈവം നമ്മുടെ ഹൃദയം എപ്പോഴാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്? പലപ്പോഴും നമുക്ക് കാണാം, പല വ്യക്തികളും ദൈവത്തോട് കൂടിയിരിക്കുമ്പോൾ വരുവാനിരിക്കുന്ന പല കാര്യങ്ങളും ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതെങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്? നീതിയായിട്ട് നടക്കുന്നവർക്കാണ് ദൈവത്തിന്റെ ഹൃദയം കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ചില സ്വഭാവ രീതികൾ ഒന്നാണ് വക്രതയുള്ളവരായിരിക്കുക. വക്രത എന്ന് പറഞ്ഞാൽ ക്രൂക്കഡ്നെസ്. പലപ്പോഴും നമുക്കറിയാം, പല വ്യക്തികളുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമുണ്ട്. അവർ നന്മ ചെയ്യുക എന്ന് പറഞ്ഞിരുന്നാലും അതിന്റെ പുറകിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടാവും. അതിനെയാണ് വക്രത എന്ന് പറയുന്നത്. ഞാൻ നല്ലതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അതിന്റെ പുറകിൽ എന്തോ ഒരു കാര്യം ഹിഡൻ ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടും എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നതിന് വക്രത എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വക്രതയോടുകൂടിയാണോ നമ്മൾ പല കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യുന്നത്? അങ്ങനെയുള്ളവരെ ദൈവം വെറുക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പക്ഷെ അതിന്റെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നീതിമാന്മാർക്കോ അവന്റെ സഖ്യത ഉണ്ടാകും. നീതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? സത്യസന്ധമായിരിക്കുക, നിർമ്മല മനസാക്ഷിയോടുകൂടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും അതിന് പുറകിൽ വേറൊരു ഉദ്ദേശമില്ലാതെ വളരെ പ്യുവറായിട്ടുള്ള ഹൃദയത്തോടു കൂടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെയാണ് നിർമ്മലത എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെയാണ് നിർമ്മലന്മാർ അല്ലെങ്കിൽ നീതിയുള്ളവർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ പൂർണ്ണതയൊന്നും ആയിരിക്കില്ല, എന്നാലും എനിക്ക് ദൈവത്തോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം, അങ്ങനെയുള്ള ഹൃദയത്തെയാണ് നീതിയുള്ളവർ എന്ന് പറയുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് മുഖാമുഖം സംസാരിച്ചു. ഇവിടെ മോശയെ സദാ ഒരു ദാസനായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ നിയന്ത്രിക്കുന്ന നടത്തുന്ന ഒരു ലീഡറായിട്ടോ അല്ല കർത്താവ് കാണുന്നത്. ദൈവം ഇവിടെ കാണുന്നത് അവനെ ഒരു സുഹൃത്തായിട്ടാണ്. അത് എത്ര മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവം നമ്മളോട് മുഖാമുഖമായി ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിനുവേണ്ടി മോശ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും മോശയെ ദൈവം തന്റെ സുഹൃത്തായി വിളിച്ചത്? മോശയെ സംബന്ധിച്ച് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മറ്റെന്തിനേക്കാളും മോശ പ്രാധാന്യം നൽകിയത് ദൈവ സാന്നിധ്യത്തിനാണ്. മാത്രമല്ല, വളരെ നിർമ്മല മനസാക്ഷിയോടുകൂടി, ശുദ്ധ മനസാക്ഷിയോടുകൂടിയായിട്ടാണ് മോശ മറ്റുള്ളവരുടെ ഇടപെട്ടുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്കാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവം പറഞ്ഞ വാക്കിന് വില കൊടുക്കുവാൻ, ദൈവത്തോടൊപ്പം നിൽക്കുവാൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വില കൊടുക്കുവാൻ, കൽപ്പനകൾക്ക് വില കൊടുക്കുവാൻ മോശ തയ്യാറായി. പെട്ടെന്ന് ഒരാളെ ഒരു ദിവസം ദൈവം തന്റെ സുഹൃത്തായി സ്വീകരിക്കുന്നതല്ല. അതിനുള്ള എഫേർട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. 32-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സഖ്യത എന്ന വാക്കിനർത്ഥം ഒരു രഹസ്യ സമ്മേളനം. രഹസ്യ സമ്മേളനം എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ ആ രണ്ട് വ്യക്തികൾ മാത്രമുള്ള ഒരു രഹസ്യ സമ്മേളനം. ഇവിടെ മറ്റുള്ളവരുമായിട്ടൊന്നും ബന്ധമില്ലാതെ ദൈവത്തോട് നീതിയോടെ നിൽക്കുന്ന വ്യക്തിയും ദൈവവും മാത്രമായിട്ടുള്ള ഒരു രഹസ്യ സമ്മേളനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മോശ ആഴത്തിൽ അനുഭവിച്ചൊരു വ്യക്തിയാണ്. എത്രയോ ദിവസം പർവ്വതത്തിന് മുകളിൽ ദൈവവുമായിട്ടുള്ള രഹസ്യ സമ്മേളനത്തിൽ
മോശ ഇടപെടുവാൻ ഇടയായി തീർന്നു. ഇത് നമ്മളും തിരഞ്ഞെടുക്കേണ്ടത് ഈ പാതയാണ്. നമുക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും, മറ്റുള്ളവരെല്ലാം എതിർത്താലും, ആരൊക്കെ അതിന് എതിര് നിന്നാലും, നീതിയോടെ ജീവിക്കുവാൻ, നേരുള്ളവരായി ജീവിക്കുവാൻ, ആ വഴി തിരഞ്ഞെടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഓരോ ദിവസവും ദൈവ സാന്നിധ്യത്തിൽ അല്പസമയമെങ്കിലും ചെലവഴിക്കുവാൻ നമ്മൾ അതിനുവേണ്ടി സമയം നമ്മുടെ മാറ്റിവെക്കണം. തെറ്റായ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ തെറ്റായ കാര്യങ്ങളിലേക്ക് വീണു പോകാതെ അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു വാക്യമാണ്, വാക്യം എന്നല്ല, വാക്കാണ്. യൂത്ത് ആയിട്ടുള്ള കുട്ടികളൊക്കെ പറയുന്നൊരു കാര്യമാണ്, നിന്റെ പുറകെ നടക്കാനല്ല, നിന്റെ ഒപ്പം നടക്കാനാണ് എനിക്കിഷ്ടമെന്ന്. ഇതേ വാക്ക് നമ്മുടെ കർത്താവിനോട് പറയാൻ നമുക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് പറയാൻ സാധിക്കുമോ? ദൈവത്തിനെ പിന്തുടരുന്നവരായി തീരാതെ, ഹാനോക്ക് നടന്ന പോലെ, മോശ നടന്ന പോലെ ദൈവത്തോടൊപ്പം നടക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു മഹത്തായ വിളിയാണ്. ആ വിളിയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ.